നമുക്ക് തയ്ച്ചു തുടങ്ങാവേ. ഞാനിങ്ങനെ അയ്യോ അതെന്ത് ചാടിപ്പോയത്. ഒരു തുണിയൊക്കെ വെച്ച് മെഷീനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ പൊടിയൊന്നും കയറാൻ പാടില്ല കേട്ടോ. അപ്പം നമുക്കേ ഞാൻ ഇത്രയും നൂല് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഷോപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത്രയും നൂല് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ നൂലുകളൊക്കെ തീർന്നിട്ട് നമുക്ക് ഒരേപോലത്തെ നൂലൊക്കെ മേടിക്കാം. ഇപ്പം ഞാനൊരു നൂല് ഇതിൽ നിന്ന് തപ്പിപ്പറക്കി എടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് അത്ര മാച്ചല്ല, എന്നാലും മാച്ചിങ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മളെപ്പോൾ തയ്ച്ചാലും നമ്മൾ കറക്റ്റ് നൂല് തന്നെ ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കണേ. കാരണം അത് നമ്മൾ തുടക്കത്തിലേ അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് മുൻപോട്ട് പോകുന്തോറും അത് പ്രയോജനമായിട്ട് വരത്തുള്ളൂ. അപ്പം കറക്റ്റ് നൂല് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇത്രയും നൂലുണ്ട്. ആ ഒരു നൂല് നമുക്ക് ഇതിനകത്തൊക്കെ അങ്ങ് ആക്കി വിടാമല്ലോ. പുതിയത് ഇനിയിപ്പം നമുക്ക് ചുരിദാറും ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് നൂല് തന്നെ വേണം. ആ ഒരു സമയത്ത് നൂല് വാങ്ങാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ. പിന്നെ എനിക്കിനി നൂല് ബോബൻ കേസിലൊന്ന് ചുറ്റിയെടുക്കണം. അത് ഞാൻ കാണിക്കുന്നില്ല. ഞാനപ്പോൾ അതൊന്ന് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് തയ്ക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ കാണിക്കാവേ. ഓക്കെ, ഞാനിവിടെ കറക്റ്റ് നൂല് എടുത്ത് ഇട്ടിട്ടുണ്ട്. സൂചിയിൽ കോർത്ത് ബോബൻ കേസിൽ നൂല് കോർത്ത് നമ്മൾ നൂലെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് തുണി നമുക്ക് തയ്ച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ആദ്യം നമ്മൾ ഏപ്രൺ തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസിനെയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മളെടുത്ത് അതിനെ നിവർത്തിയെടുത്ത് ഇപ്പം ഇതിപ്പം ഏപ്രൻ്റെ തുണി വാങ്ങുന്നവരുണ്ടെങ്കിൽ ചീത്ത വശം, അതായത് നല്ല വശം മെഷീനോട് ചേർന്നും ചീത്ത വശം നമുക്ക് കാണത്തക്ക രീതിയിലും കിടക്കണേ. ഓക്കെ, അപ്പം നമുക്ക് തയ്ക്കുന്നത് നോക്കാം. നമ്മൾ ഏപ്രിലിൻ്റെ ലെങ്ത് 34 അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയല്ലോ, 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി. അപ്പോൾ അതിൽ ആ 2 ഇഞ്ചിൽ 1 ഇഞ്ച് നമ്മൾ മുകൾ വശത്ത് ഈ ഒരു ഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ആ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി, 1/2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കി, അത് കഴിഞ്ഞിട്ട് വീണ്ടും 1/2 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടെ ഒന്ന് മടക്കാവേ. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടങ്ങായി. എന്നിട്ട് ഞാൻ തയ്ച്ചെടുക്കാൻ പോവാണേ. പ്രഷർ ഫോർട്ടിൻ്റെ ഇടയിൽ തുണി വെച്ച് നൂലിൽ നിന്ന് പിടിച്ച് ഹാൻഡ് വീലൊന്ന് കറക്കി സൂചി താഴ്ത്തി തയ്ക്കാൻ പോവാണേ. ഇത് വലിയൊരു പ്രയാസമൊന്നുമില്ല. നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് കറക്റ്റ് വരാനെല്ലാം ഇത് സഹായിക്കും. ഇതെല്ലാം തയ്ച്ച് പഠിക്കുന്ന സഹായിക്കും കേട്ടോ. നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ കെട്ടിയിട്ട് തയ്ക്കുവാണേ. ഓക്കെ, അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ട് കാണിക്കാം, അല്ലെങ്കിൽ കൂടെ വന്നു. അപ്പം ഞാൻ ഇതൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ടേ. ഈ നൂലം കട്ട് ചെയ്യാവേ. കളർ ഈ കറക്റ്റ് നൂലല്ലാത്തതുകൊണ്ടൊരു ഇതുണ്ട്. ഈ ഒരു നൂല് കട്ട് ചെയ്ത് കളഞ്ഞാണേ. നമ്മുടെ കത്രിക നമുക്ക് ഈ സൈഡിൽ വെക്കാവേ. താഴെ വീഴരുതേ, താഴെ പോകരുത്. താഴെ പോകാതെ ഈ സൈഡിൽ നമുക്ക് കത്രിക വെച്ചേക്കാം. അന്നേരം നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് തയ്ക്കേണ്ടത് ഈ ഒരു ആം ഹോളിൻ്റെ ഒരു ഭാഗമാണ്. ആം ഹോള് തയ്ച്ചെടുക്കാവേ. അതൊരു 1/4 ഇഞ്ച് വീതിയിൽ നിന്നും ആദ്യം മടക്കണം. 1/4 ഇഞ്ച് വീതി ആകാവോ. 1/4 ഇഞ്ച് വീതിയിൽ ആദ്യം മടക്കി, അത് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കണം. 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി, പിന്നെ നമുക്ക് 1/2 ഇഞ്ച് വീതിയിൽ ഒന്നും കൂടെ മടക്കാം.
ഞാൻ മടക്കി തയ്ക്കാൻ പോവാണേ. ഇവിടെയൊക്കെ കറക്റ്റ് ആയിരിക്കണേ മടക്കി. ഈ ഒരു വളവൊക്കെ നമുക്ക് തയ്ച്ച് പഠിച്ചവർക്ക് എളുപ്പമായിരിക്കുമേ. നമ്മൾ നേരത്തെ ഒരു ഷേപ്പൊക്കെ വരച്ചിട്ട് ഓരോ ഷേപ്സ് വരച്ചിട്ട് നമ്മൾ വരച്ച് പഠിച്ചായിരുന്നു ഒരു ക്ലാസ്സിൽ. അപ്പോൾ അങ്ങനെ വരച്ച് പഠിച്ചവർക്ക് ഇത് എളുപ്പമായിരിക്കുമേ. ഇങ്ങനെ തയ്ച്ചെടുക്കണേ. അപ്പോൾ എല്ലാവരും ഇതെല്ലാം തയ്ച്ച് നോക്കിയിട്ട് കമൻ്റ് ഇട്ടേക്കണേ. അടുത്ത ക്ലാസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. കാരണം ഇത് തയ്ച്ച് ഇങ്ങനെയൊക്കെ കറക്റ്റ് തയ്ച്ചെടുക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് തയ്ച്ച് പഠിക്കണേ. ദേ ഞാനിപ്പം ഈ ഒരു ഭാഗം വന്നപ്പോൾ ഇവിടെ നിർത്തിയേ. ഇനി നമുക്ക് ഇവിടുന്ന് താഴേക്ക് 1/2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കി, 1/2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കി, വീണ്ടും 1/2 ഇഞ്ച് വീതിയിലോ 1/4 ഇഞ്ച് വീതിയിലോ 1/2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കി, വീണ്ടും നമുക്ക് ഇങ്ങനെ മടക്കാം. അതല്ലെങ്കിൽ 1/4 ഇഞ്ച് വീതിയിൽ തന്നെ നമുക്ക് മടക്കി വീണ്ടും രണ്ടാമത് മടക്കുന്നത് 1/2 ഇഞ്ച് വീതിയിലായിരിക്കണേ. ഞാൻ ആ മടക്കി ആ ഒരു വന്ന ഭാഗത്ത് കൊണ്ട് സൂചി താഴ്ത്തി വെച്ച് ഇനി നമുക്ക് പ്രഷർ ഫോട്ട് ഉയർത്തി തുണിയെ തിരിച്ചിടാവേ. തുണിയെ ഇങ്ങോട്ട് നമുക്ക് നേർക്ക് ആക്കിയിടാം. നമുക്ക് നേർക്ക് ആക്കി എടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമുക്ക് 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി രണ്ടാമത് മടക്കുന്നത് 1/2 ഇഞ്ച് വീതിയിൽ. അതായത് നമ്മൾ ഈ ആം ഹോൾ തയ്ച്ചല്ലോ ആ ഒരു ഭാഗം തയ്ച്ചതുപോലെ തന്നെ. അധികം വരുന്ന നൂല് അന്നേരം തന്നെ വെട്ടിക്കളയാന്നുണ്ടെങ്കിൽ, കട്ട് ചെയ്ത് കളയാന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക നല്ലതായിരിക്കുമേ. ഈ ഒരു ഭാഗം വന്നപ്പോൾ ഞാൻ നിർത്തിയിട്ട് നമുക്ക് 1/2 ഇഞ്ച് വീതി, അതായത് നമ്മൾ ലെങ്ത് 34 ആയിരുന്നു, അതിന് 2 ഇഞ്ച് വീതി 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തായിരുന്നു ലെങ്ത്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ മുകളിൽ മടക്കി തയ്ച്ചു. ഇനി നമ്മൾ 1 ഇഞ്ച് നമ്മൾ താഴെ മടക്കി തയ്ക്കുവാണേ. അതായത് 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഈ സൈഡും ആം ഹോളും നമ്മൾ ആദ്യം മടക്കിയത് 1/4 ഇഞ്ചാണെങ്കിൽ താഴ്വശവും മുകൾ വശവും നമ്മൾ ആദ്യം മടക്കിയത് 1/2 ഇഞ്ച് വീതിയിലാണ്. 1/2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കി, അത് കഴിഞ്ഞിട്ട് വീണ്ടും 1/2 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടെ മടക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് സൂചി താഴ്ത്തി ഇറക്കി നിർത്തിയിട്ട് നമുക്ക് തയ്ക്കേണ്ട ഒരു ഭാഗം നമ്മുടെ നേർക്ക് തിരിച്ചിടാം. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സൂചി താഴ്ത്തി നിർത്തിയിട്ട് പ്രഷർ ഫൂട്ട് ഉയർത്തി നമ്മൾ ഈ തുണിയെ നമ്മുടെ നേർക്ക് ഇങ്ങോട്ട് തിരിച്ചിടുവാണേ. എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അര ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കി വീണ്ടും 1/2 ഇഞ്ച് വീതിയിലാണ് മടക്കുന്നത്. അങ്ങനെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഈ താഴ്വശത്തും
എന്നിട്ട് നമുക്ക് തയ്ച്ചു തുടങ്ങാം. ഇത് നമ്മൾ മടക്കി മടക്കി വെച്ച് കൊടുക്കുവാണേ. നമ്മളിങ്ങനെ തയ്ച്ച് വരുന്നതോറും നമ്മൾ മടക്കി കൊടുക്കണേ. ഇതേ ഞാൻ ഈ ഒരു ഭാഗം വന്നപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഇനിയും ഈ ഒരു സൈഡ് ആദ്യം നമുക്ക് 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കണം. അത് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കണം. ആം ഹോളും നമ്മൾ സൈഡും തയ്ച്ചത് ആദ്യം അങ്ങനെ ആയിരുന്നേ. 1/4 ഇഞ്ച് വീതി മടക്കിയതിന് ശേഷം 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി കേട്ടോ. ഇത് അളന്ന് നോക്കാവേ. ആദ്യമൊക്കെ ഒന്ന് അളന്നാൽ മതി. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ അളന്നളന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു മനസ്സിലൊരു ഇത് വെച്ചിട്ട് മടക്കിയെടുത്താൽ മതി. ദേ അവിടെ കൊണ്ട് സൂചി താഴ്ത്തി നിർത്തി നമ്മൾ തിരിച്ചിടുവന്നേ. നമ്മൾ മടക്കി തയ്ക്കുകയാണേ. ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ 1/4 ഇഞ്ച് വീതി മടക്കുന്നു. അത് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കിയെടുക്കുന്നു, തയ്ക്കുന്നു. ഇവിടെ കൊണ്ട് നിർത്തി നമുക്കിനിയും ആം ഹോള് തയ്ച്ചെടുക്കാവേ. ആം ഹോള് തയ്ച്ചെടുക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം 1/4 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കി, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടെ മടക്കണേ. 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി, എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സൂചി താഴ്ത്തി നിർത്തിയിട്ട് തുണിയൊന്ന് തിരിച്ചിടാവേ. തുണിയെ നമുക്ക് നേർക്ക് നീക്കിയിടാം. തിരിച്ചിടാനല്ല, നമുക്ക് നേർക്ക് നീക്കിയിടാം. എന്നിട്ട് നമ്മൾ തയ്ച്ചെടുക്കുവാണേ. ആദ്യം 1/4 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് സൈഡ് ആം ഹോള്, താഴ്വശം മുകൾ വശം 1/2 ഇഞ്ച് ആദ്യം, അത് കഴിഞ്ഞിട്ട് വീണ്ടും 1/2 ഇഞ്ച് വീതിയിൽ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്ച്ച് നോക്കുക, കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. കൂട്ടാക്കാത്തവർ, ആദ്യമായി കാണുന്നവർ, സുഹൃത്തുക്കൾ ഒന്ന് കൂട്ടാക്കുക. ഓക്കെ, എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പം അതിന് ഇത് ആവർത്തന വിരസതയായിട്ടൊന്നും തോന്നല്ലേ. എന്നിട്ട് നമ്മളിന്ന് തയ്ച്ചിങ്ങി എടുക്കുവാണേ. തയ്ച്ച് കെട്ടിട്ട് നിർത്തി നമ്മൾ ഇതിങ്ങി കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് വള്ളിയുടെ സൈഡൊന്ന് തയ്ച്ചെടുക്കാവേ. അപ്പോൾ ഇത് ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടോട്ടൊന്ന് വെച്ചിട്ട് നമുക്ക് കഴുത്തിനുള്ള വള്ളി എടുക്കാവേ. കഴുത്തിനുള്ള വള്ളി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഈ ഒരു സൈഡ് മടക്കി, അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡും നമ്മൾ മടക്കണം. മനസ്സിലായോ? അതായത് ഈ ഒരു തുണിയുടെ ഈ ഒരു സൈഡ് ആദ്യം മടക്കി, എന്നിട്ട് ഈ ഒരു സൈഡും ഉള്ളിലേക്ക് മടക്കി ഇച്ചിരി വീതിക്ക്
ഇതേ കണ്ടോ. എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാവേ. എന്നിട്ട് ഈ ഒരു അരിവിനൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. ഈ ഒരു അരിവിനൂടെ ഞാൻ തയ്ച്ചെടുക്കുവാണേ. ആദ്യം നമ്മൾ കെട്ടിട്ട് തയ്ച്ചു കൊടുക്കണേ. കെട്ടിട്ട് തയ്ച്ചു തുടങ്ങാം. കഴുത്തിൻ്റെ വള്ളി നമ്മൾ കുറച്ച് വീതിക്കാണ് തയ്ച്ചെടുക്കുന്നത്. കാണാൻ ഭംഗിയായിരിക്കും. കെട്ടിട്ട് തയ്ച്ച് നിർത്തിയേ. ഇനി നമുക്ക് ഈ ഒരു സൈഡൂടെ തയ്ച്ചെടുക്കണേ. അത് നമ്മൾ ഈ ഒരു വശം തയ്ച്ചു, നമുക്ക് ഈ ഒരു സൈഡൂടെ തയ്ച്ചെടുക്കാവേ. ഞാൻ കെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലെ വള്ളി നമുക്ക് തയ്ച്ചെടുക്കാം. സൈഡ് വള്ളി 2 പീസുണ്ട്. അതിൽ ആദ്യത്തെ പീസ് നമുക്കെടുത്ത് തയ്ച്ചെടുക്കാം. അത് ഞാൻ അതുപോലെ അങ്ങ് മടക്കുവാണേ. ഒരു ഭംഗിയുണ്ടത് കാണാൻ. അതായത് നമ്മൾ ഒരു പീസിൻ്റെ 2 സൈഡ് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഈ ഒരു വീതിക്ക് മടക്കിയെടുത്ത് കേട്ടോ. എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാവേ. കെട്ടിട്ട് തയ്ച്ചു തുടങ്ങി നമ്മൾ തയ്ച്ചെടുക്കുവാണേ. ഇത് നമ്മൾ തയ്ച്ചെടുക്കുകയാണേ. ഇതിൻ്റെ സൈഡ് വേണമെങ്കിൽ തയ്ക്കാം. ഞാനിപ്പോൾ തയ്ക്കുന്നില്ല കേട്ടോ, കാരണം സമയം കിട്ടുന്നില്ല. സമയം കിട്ടുന്നെന്ന് പറയാൻ കാർത്തി എഴുന്നേറ്റിട്ടുണ്ട്. ഇനിയിപ്പം ഭയങ്കര ബഹളമായിരിക്കും. അപ്പം അതുകൊണ്ട് ഇത് 7 മണിയാവുന്നില്ലേ. തന്നെയല്ല അവന് തീരെ വയ്യായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇടാതിരിക്കുന്നത് വെച്ചാൽ കാരണം പലരും തിരക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നതാണ്. മിക്കവാറും ഇനിയിപ്പം അടുത്ത വീഡിയോ ഒക്കെ സ്റ്റിച്ചിങ് ഒരു ദിവസം, കട്ടിങ് ഒരു ദിവസം ചെയ്യാനേ എനിക്ക് പറ്റത്തുള്ളൂ. ഇതിപ്പം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ ഒരു ദിവസം ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത്. രണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വള്ളിയെല്ലാം തയ്ച്ചെടുത്തിട്ടുണ്ട്. രണ്ട് പീസ് വള്ളി, 2 വള്ളി നമ്മൾ സൈഡിലേക്കും
ഇത് നമുക്ക് കഴുത്തിന് വെക്കാനുള്ളതാണേ. അപ്പോൾ നമുക്ക് ഇതും കഴുത്തിന് വെച്ച് ഇതും വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോക്കറ്റ് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ആദ്യം വെക്കാവേ. നമുക്ക് കഴുത്തിന് വെക്കാൻ വേണ്ടിയിട്ട് ഏപ്രൺ നമുക്ക് വേണ്ടുന്ന ആ മെയിൻ പീസിനെ നമ്മൾ എടുത്തിട്ട് നല്ല വശം മെഷീനോട് ചേർന്നിരിക്കുന്നു, ചീത്ത വശം നമുക്ക് നേർക്ക്. എന്നിട്ട് ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു വള്ളിയുടെ ഈ ഒരു ഭാഗം, അത് നമുക്ക് ആദ്യം ഒന്ന് മടക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മടക്കി വെച്ച് കൊടുക്കാമെങ്കിൽ ഒരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമുക്ക് അതിങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് തയ്ച്ചെടുക്കാം. ഇത് ഞാനിവിടെ തയ്ച്ച് കൊടുക്കുവാണേ. നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് തയ്ച്ച് കൊടുക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പിൽ ആദ്യം നമ്മൾ കെട്ടിട്ട് തുടങ്ങി. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊണ്ട് നിർത്തി ഞാൻ പറഞ്ഞല്ലോ റെക്റ്റാങ്കിൾ ഷേപ്പാണെന്ന്, അവിടെ കൊണ്ട് നിർത്തി വീണ്ടും നമ്മൾ ഇത് കെട്ടിട്ട് നിർത്തുന്നേ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ നൂലാദ്യം കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത പീസ് ചെയ്യുമ്പം നമുക്കിങ്ങനെ ഒന്ന് പിടിച്ച് നോക്കണം. അതായത് കഴുത്തെ ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ വരണം. അതായത് ഇതിങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഈ ഒരു വശം ആദ്യം സൈഡൊന്ന് മടക്കി താഴ്വശം ഒന്ന് മടക്കി ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിലും നമുക്ക് അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ തയ്ച്ചെടുക്കാവേ. ഇതുകൂടെ തയ്ച്ചെടുക്കാവേ. ആദ്യം നമ്മൾ പ്രഷർ ഫോട്ട് ഉയർത്തി തുണിയെ വെച്ച് താഴ്ത്തി ഒന്ന് കെട്ടിട്ടെടുക്കണം കേട്ടോ. കെട്ടിട്ടെടുത്ത് കെട്ടിട്ട് ഇങ്ങനെ തയ്ച്ച് ഇറക്കുവാണേ. എന്നിട്ട് നൂലെല്ലാം കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്ക് സൈഡ് വള്ളിയുടെ ഇതിൽ അറ്റാച്ച് ചെയ്യിക്കാം. അപ്പോൾ സൈഡ് വള്ളി അറ്റാച്ച് ചെയ്യാവേ. സൈഡ് വള്ളി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡ് വള്ളി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ മടക്കി ഇത് വെച്ച് കൊടുക്കാം. അല്ലാതെ നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ചാലും മതി. ഇതിപ്പം തേരുവളം ഇപ്പം ഇതിനകത്തൊന്നും നൂലൊന്നും പോകാനില്ല. അപ്പം ഇതിങ്ങനെ വെച്ച് കൊടുക്കുവാന്നേ. ഇവിടെ വെച്ച് തയ്ച്ചെടുക്കുവാണേ. അതിൻ്റെ ഒരു ആകൃതിക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇതിവിടെ ഇപ്പം ഈ ഒരു ഷേപ്പിൽ ഒരു ചതുരം ഷേപ്പിൽ ഒരു ബോക്സ് പോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുവാണേ. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തായാലും മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്, അത് മതി. ഒരു ആകൃതിക്ക് നമ്മളൊരു ബോക്സ് പോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുകയാണേ. കെട്ടിട്ട് നിർത്തി നമ്മൾ തയ്ച്ചെടുത്തു. നൂല് കട്ട് ചെയ്ത് കളയുവാണേ.
സൈഡ് വള്ളി നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമുക്ക് ചെയ്യാവേ. അടുത്ത സൈഡിലൂടെ വള്ളി നമുക്കങ്ങ് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇതേ അടുത്ത വള്ളി എടുത്തു. ഇതിൻ്റെ സൈഡ് തേരുവെളുമ്പല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാണ്ട് തേരുവെളുമ്പുള്ള കാര്യം ചെയ്യും. തേരുവെളുമ്പുള്ള ഈ സൈഡങ്ങ് മടക്കി കൊടുക്കാം. 1/4 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്കിവിടെ നിന്ന് വെച്ച് തയ്ച്ച് കൊടുക്കാവേ. ഇതേ നമുക്കിവിടെ നിന്ന് വെച്ച് തയ്ച്ച് കൊടുക്കാവേ. ഒരു ബോക്സ് പോലെ ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ഒരു ബോക്സ് പോലെ. തുടങ്ങുമ്പം കെട്ടിട്ട് തുടങ്ങുക, ഇറങ്ങുമ്പോൾ കെട്ടിട്ട് തന്നെ നിർത്തുക. അത്രയും ശ്രദ്ധിക്കണേ. ഇത് കണ്ടോ, ഒരു ബോക്സ് പോലെ തയ്ച്ചെടുത്ത് കണ്ടോ. എന്നിട്ട് നമുക്ക് ഈ അധികം വന്ന നൂലിനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് പോക്കറ്റ് അറ്റാച്ച് ചെയ്യിക്കണം. പോക്കറ്റ് അറ്റാച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 10 ഇഞ്ച് താഴേക്ക് നമുക്കൊന്ന് അളക്കാവേ. അളന്ന് നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്യാവേ. അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി പോക്കറ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ടിങ് ടേബിളിലോട്ട് പോവാം. ഓക്കെ, ഒരു കാര്യം വിട്ടുപോയേ. നമ്മുടെ പോക്കറ്റിൻ്റെ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊന്ന് അരിവൊന്ന് അടിച്ചു കൊടുക്കണം. കാരണം മുകൾ വശം, പോക്കറ്റിൻ്റെ മുകൾ വശം നമുക്ക് അരിവൊന്ന് അടിച്ചു കൊടുക്കണം. ദേ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുവാണേ. 1/2 ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കുക, വീണ്ടും 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കുക. ഏതാണോ എളുപ്പം അത് ചെയ്യുക. ഇതിപ്പം ഞാൻ 1/2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് മടക്കി വീണ്ടും 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കിയെടുത്തേ. എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാവേ. ഇതിൻ്റെ പോക്കറ്റിൻ്റെ ഏറ്റവും മുകൾ വശം നമുക്കിപ്പം ഇങ്ങനെ വീതിക്കല്ലേ പോക്കറ്റ് വരണ്ടേ. അതുകൊണ്ട് പോക്കറ്റിൻ്റെ വീതിയുള്ള വശം, വീതിയല്ല അത് രണ്ടും എനിക്ക് തിരികെ പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു വശം ഇങ്ങനെ അളന്നെടുക്കുക, അത് അളന്ന് നോക്കുക അത് എത്ര ഉണ്ടെന്ന്. പോക്കറ്റിന് നമ്മൾ ഒരു പീസ് തുണി എടുത്തല്ലോ. ആ ഒരു പീസ് തുണിയിൽ 12 ഇഞ്ച് വരുന്ന ആ ഒരു വശമാണ് ഞാൻ മടക്കി തയ്ക്കുന്നത്. 12 ഇഞ്ച് വരുന്ന ആ ഒരു വശമാണ് ഞാൻ മടക്കി തയ്ക്കുന്നത്. ഓക്കെ, ദേ തയ്ച്ചെടുക്കുവാണേ. കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് നിർത്തിയേ. ഓക്കെ, ഇനി നമുക്ക് പോക്കറ്റ് ഏപ്രിലിൽ വെച്ച് പിൻ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും എടുക്കാവേ. അപ്പം നമ്മുടെ ഏകദേശം ക്ലാസ് തീരാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഏപ്രിലിൽ പോക്കറ്റ് വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാ. നമുക്ക് ഏപ്രിലിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യണം മഫ്ത പിൻ ആവശ്യമാണ്. അതെടുത്ത് വെക്കണേ. നമുക്ക് ഇവിടുന്ന്, അതായത് ഏപ്രിലിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു 11.5 ഇഞ്ച് താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാവേ. ഏപ്രിലിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് 11.5 ഇഞ്ച് താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തേ. ഏപ്രിലിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് 11.5 ഇഞ്ച് താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് നമുക്ക് സൈഡിൽ നിന്ന് ഒരു 6.5 ഇഞ്ച് കൊടുക്കാവേ. സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്ന് ഒരു 6.5 ഇഞ്ച് 6 ഇഞ്ച് വരുന്നുണ്ട്. 2 സൈഡിലും അളവ് കറക്റ്റ് ആയിരിക്കണേ, 6 ഇഞ്ച് തന്നെ. അപ്പം നമുക്ക് ഈ ഒരു പോക്കറ്റ് ഉണ്ടല്ലോ, പോക്കറ്റിൻ്റെ തുണി, ആ ഒരു തുണിയുടെ ഏറ്റവും സെൻറ്റർ ഭാഗം ഒന്ന് കണ്ട് ഒരു ചോക്ക് വെച്ചൊന്ന് വരച്ചു കൊടുക്കാവേ. അന്നേരം ഈ ഒരു നമ്മൾ ഏപ്രിലിൻ്റെ ഈ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് വേണം 11.5 ഇഞ്ച് താഴേക്ക് എടുക്കാൻ. നെക്ക് ഭാഗം ഈ ഒരു 11.5 ഇഞ്ച് അളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഏപ്രിലിൻ്റെ ഈ ഒരു ഷോൾഡർ ഇതുണ്ടല്ലോ, അവിടെ നമ്മൾ എത്ര ഇഞ്ചാണ് എടുത്തതെന്ന് നോക്കുക. 13 ഇഞ്ച്. 13 ഇഞ്ചിൻ്റെ പകുതി 6.5 ഇഞ്ച്. 6.5 ഇഞ്ച്
വരുന്ന ആ ഭാഗത്ത് നിന്ന് വേണം താഴേക്ക് 11.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാൻ കേട്ടോ. ഈ 6.5 ഇഞ്ച് വന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് വേണം നമ്മൾ താഴേക്ക് 11.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ. ആ മാർക്ക് ചെയ്ത് ആ ഒരു പോർഷനും നമ്മുടെ ഈ പോക്കറ്റിൻ്റെ ഒരു സെൻറ്റർ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തിയായിരുന്നല്ലോ, ആ ഒരു പോയിന്റും തമ്മിൽ നേരെ നിൽക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ മഫ്താപ്പിന് ആവശ്യമായിട്ട് വരുന്ന സന്ദർഭമാണ്. എന്നിട്ട് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു. പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാവേ, എന്ത് ഈ സൈഡിൽ നിന്ന് ഉള്ള അകലം, സൈഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം ഇവിടെയും ഈ 2 സൈഡും കറക്റ്റ് ആണോ എന്ന് നോക്കാം. കറക്റ്റെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവേ. അപ്പം എന്നിട്ട് നമ്മൾ ഈ ഒരു പോക്കറ്റ് ഇവിടെ പിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് ഒരു ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ഒറ്റ തവണ മാത്രം ഒരു 1/2 ഇഞ്ചൊന്ന് അരിവൊന്ന് പോക്കറ്റിൻ്റെ അരിവശം ഒന്ന് മടക്കി കൊടുക്കുക, ഒരു 1/2 ഇഞ്ച്. എന്നിട്ട് നമുക്ക് പിൻ ചെയ്യാം ആ ഒരു വശമേ. തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഈ ഇതങ്ങ് മാറ്റിയാൽ മതി, ഈ പിൻ അങ്ങ് മാറ്റിയാൽ മതി തയ്ച്ച് വരുമ്പോൾ. അതെ, അങ്ങനെ 3 സൈഡും ഒന്ന് മടക്കി കൊടുക്കണേ, 3 സൈഡും. ഇത് നമ്മൾ 3 സൈഡും ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുക്കുന്ന പോലെ ഒന്ന് ചെയ്തതാണേ. ആ സൈഡും നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാവേ. ആ സൈഡ് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് ഈ ഒരു വശവും നമുക്കൊന്ന് മടക്കി കൊടുക്കാവേ. ഈ ഒരു വശം നമുക്ക് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി ഇങ്ങനെ അങ്ങ് തയ്ച്ച് എടുക്കാം. ഈ ഒരു വലിയൊരു പോക്കറ്റായിട്ട് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ട് താഴേക്കൊന്ന് ഈ പോക്കറ്റിനെ 2ആയിട്ടൊന്ന് ഭാഗിച്ച് കൊടുത്ത് തയ്ച്ച് വേണമെങ്കിൽ എടുക്കാവേ. അപ്പം ഞാനിപ്പം ഇങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മെഷീൻ്റെ അടുത്തേക്ക് പോകാവേ. ഇത് നമ്മൾ തയ്ച്ചെടുക്കാൻ പോവാണേ. നമ്മൾ തയ്ച്ചെടുക്കാൻ പോവാണ്. നമ്മൾ മടക്കി വെച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ തയ്ച്ച് തുടങ്ങുവാണേ. ആദ്യം നമ്മൾ കെട്ടിയിട്ട് തുടങ്ങണം. ഇങ്ങനെ തയ്ച്ച് വന്നപ്പോൾ ഞാൻ ആ പിൻ ചെയ്ത് വെച്ചല്ലോ, ആ മഫ്താപ്പിന് ഞാനിങ്ങനെ ഊരി മാറ്റുക. ഞാനിപ്പം ഈ ഒരു ഭാഗം വന്നപ്പം മഫ്താപ്പിന് മാറ്റിയിട്ട് തയ്ക്കുവാണേ. തയ്ച്ച് ഈ ഒരു കോർണർ വന്ന സമയത്ത് സൂചി കുത്തി താഴ്ത്തി വെച്ചിട്ട് നമുക്ക് നേർക്ക് തുണിയെ ഇങ്ങോട്ട് സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാവേ. ഇപ്പം സൂചി കയറിയേ. മഫ്താപ്പിൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കോർണർ വന്ന സമയത്ത് നമ്മൾ സൂചി താഴ്ത്തി നിർത്തിയിട്ട് നമ്മൾ തുണിയെ തിരിച്ചിട്ട് തുണി നമുക്ക് നേർക്കിട്ടേ നമ്മുടെ മഫ്താപ്പിന് ഊരാൻ പറ്റിയില്ല, അതുകൊണ്ട് പ്രഷർ ഫോട്ട് ഉയർത്തിയിട്ട് ഞാൻ മഫ്താപ്പിന് ഊരി മാറ്റുക. ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തയ്ച്ചെടുക്കാവേ.
കെട്ടിട്ട് നിർത്താവേ. ഞാൻ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു നൂലുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ നൂല് കട്ട് ചെയ്തതിന് ശേഷം താഴെ 2 നൂലുണ്ട്. അത് രണ്ടും കട്ട് ചെയ്ത് ഈ മഫ്താപ്പിൻ്റെ എല്ലാം ഊരി മാറ്റി ഈ നൂല് കട്ട് ചെയ്ത് മാറ്റി. പിന്നെ എനിക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ സെൻറ്ററിലൂടെ 2 ചെറിയ പോക്കറ്റ് മതിയേ. അതുകൊണ്ട് സെൻറ്ററിലൂടെ ഒന്ന് വരച്ചു കൊടുക്കുവാണേ. ഇനിയിപ്പോൾ ധൃതിയായി, കാർത്തി ഓണമെന്നു. ഞാനൊരു സെൻറ്റർ പോർഷന് 2 പോക്കറ്റ് വേണം, അതിന് വേണ്ടിയിട്ടാണേ. കെട്ടിട്ട് തുടങ്ങി, കെട്ടിട്ട് അവസാനിപ്പിച്ചു. ഓക്കെ, എന്നിട്ട് അധികം വന്ന നൂല് കട്ട് ചെയ്ത് മാറ്റുന്നു. അധികം വന്ന നൂല് കട്ട് ചെയ്ത് മാറ്റി. ഇത് നമ്മൾ അടിക്കത്തെ ബോബൻ കേസിലെ നൂലുണ്ട്, അതുകൂടെ കട്ട് ചെയ്ത് മാറ്റുവന്നേ. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ ഏപ്രൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഇട്ട് കാണിക്കാവേ. അപ്പം അതിലേക്ക് പോകാം. നമ്മൾ ഏപ്രൺ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ഇട്ട് നോക്കാവേ. ദേ കെട്ടുവാണേ. ഇത്രയും ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ചോട്ടോ വേണം. എനിക്കിപ്പം ഇത് സാരമില്ല. അപ്പോൾ നമ്മുടെ ഏപ്രൺ റെഡി ആയിട്ടുണ്ട്. 2 പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അതിനു മുമ്പേ ഒരു ചെറിയ കാര്യം, എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതിന് വരെ ബൈ.